കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ബൈബിളിൻ്റെ പ്രവചനങ്ങളിൽ അതിപ്രധാനമായതും വളരെ സംശയങ്ങൾക്ക് ഉളവാകുന്നതും ഒരുപാട് എതിർപ്പുകൾക്കിടയായിട്ടുള്ളതുമായ ഒരു പ്രത്യേക വേദഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് നാം ഈ പഠനം ഇവിടെ ആരംഭിക്കുന്നത്. ഒരു വാക്ക് അതുള്ള ബന്ധത്തിൽ പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ അധ്യായത്തിൽ പറയുന്ന എതിർ ക്രിസ്തു അന്തിക്രിസ്തുവിനെ കുറിച്ച് പഠിക്കേണ്ടത്? പലരുടെയും ചിന്താഗതികളും പലരും പരസ്യമായി പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിക്കേണ്ടത് ക്രിസ്തുവിനെ കുറിച്ചാണ്, ഇതിനെക്കുറിച്ചൊന്നും പഠിക്കേണ്ട. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാണ് ഈ തിരുവചനത്തിൽ 13-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ വ്യക്തിയെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ട ആവശ്യകത? പ്രാരംഭത്തിൽ ഞാൻ ഏതാനും വാക്കുകൾ അതുള്ള ബന്ധത്തിൽ ഓർപ്പിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടന്നുകൊള്ളാം. നോക്കുക, തിരുവചനത്തിൽ എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ചാപ്റ്റർ മാറ്റിവെക്കണമെങ്കിൽ ഈ റെവലേഷൻ ചാപ്റ്റർ 13, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായമാണ് അന്തിക്രിസ്തുവിൻ്റെ അധ്യായം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ അധ്യായം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം പുനരുത്ഥാനത്തിൻ്റെ അധ്യായം. അതുപോലെ അന്തിക്രിസ്തുവിനെ കുറിച്ചൊരു അധ്യായം പറയാൻ പറഞ്ഞാൽ അന്തിക്രിസ്തുവിൻ്റെ അധ്യായമാണ് ഈ 13-ാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ. വളരെ ദീർഘമായൊരു പഠനത്തിന് വിധേയപ്പെടേണ്ട ഒരു വേദഭാഗമാണ്. എന്നാൽ പ്രാരംഭമായി ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ, എന്തിനാണ് ഈ വിഷയം പഠിക്കേണ്ടത്? ഈ വിഷയം എന്തിന് പഠിക്കണം എന്ന് ഒരു ചോദ്യം അങ്കുരിക്കുന്നു. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുകയും നമ്മളെ പ്രത്യാശയ്ക്ക് വേണ്ടി ഉണർത്തിയതാണ്, ആ പ്രത്യാശ ജനിപ്പിക്കുന്ന വസ്തുതകളാണ് നാം പഠിക്കേണ്ടത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഈ അന്തിക്രിസ്തുവിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുകയാണ്, നമ്മളെ പേടിപ്പെടുത്തുകയാണ് എന്നൊരു ചിന്താഗതി പലരും പുറപ്പെടുവിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഈ ഭാഗം ശ്രദ്ധിക്കുകയായിരുന്നു. 100-ലധികം വാക്യങ്ങൾ ഈ അന്തിക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച്, എതിർ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ബൈബിളിലുണ്ട്. അവനെവിടെ ജനിക്കും, അവൻ്റെ പ്രവർത്തന ശൈലികൾ, അവൻ്റെ ആഗോളമായ ഭരണം, ഇങ്ങനെ അന്തിക്രിസ്തുവിനോടുള്ള ബന്ധം, എതിർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഒരുപാട് വസ്തുതകൾ, അവൻ്റെ അവസാനം, ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവനോട് കൂറുപുലർത്തുന്നവരുടെ അന്ത്യം, ഇതൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 100 വാക്യങ്ങളിലധികം ഈ വ്യക്തിയെക്കുറിച്ച് ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ മാത്രമല്ല, പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, അപ്പോസ്തലന്മാർ ഓർപ്പിക്കുന്നുണ്ട്. അനേക ഭാഗങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണാൻ കഴിയുന്നു ഈ വ്യക്തിയെക്കുറിച്ച്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബൈബിളിൽ 100-ലധികം വാക്യങ്ങളിലൂടെ ഈ വ്യക്തിയെ പഠിപ്പിക്കുന്നെങ്കിൽ നമുക്കത് പഠിക്കണ്ടായോ? നമുക്ക് ആ ഭാഗം അങ്ങ് വിട്ടുകളഞ്ഞാൽ മതിയോ? എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ വസ്തുത പഠിക്കുവാൻ അനുവദിക്കാത്ത ഒരാളുണ്ട്. ആരാ അത്? ഈ സാത്താൻ തന്നെയാണ്. എന്താ കാരണം? അവൻ ലോകത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന അവൻ്റെ ആളത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവൻ കൊണ്ടുവരുന്ന എതിർ ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എന്താ കാരണം? ഈ വെളിപ്പാട് പുസ്തകം തന്നെ 14-ാം അധ്യായത്തിൽ വരുമ്പോൾ, 14-ാം അധ്യായത്തിൻ്റെ 9 തൊട്ടുള്ള വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഇവനോട് കൂറുപുലർത്തുകയോ അവനെ വണങ്ങുകയോ അവൻ്റെ ബിംബത്തെ വണങ്ങുകയോ അവൻ്റെ മുദ്രയേൽക്കുകയോ ചെയ്താൽ രാവും പകലും സ്വസ്ഥത കിട്ടാതെ ദൈവക്രോധത്തിൻ്റെ ക്രോധമധ്യം കലർന്നിരിക്കുന്ന ആ ദൈവകോപത്തിൻ്റെ ആ തീക്കുണ്ഠത്തിൽ അവർ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങുന്നു. അങ്ങനെ നിത്യമായ ഒരു ശിക്ഷയ്ക്ക് വിധേയപ്പെടും ഇവനോടുള്ള ബന്ധത്തിൽ ആ നോക്കുക അലയൻസ് കാണിച്ചാൽ. ഞാൻ ചോദിച്ചോട്ടെ, സാത്താൻ്റെ വലിയ ആഗ്രഹം എന്നാണെന്നറിയോ? എത്രയും പേരെ നരകത്തിൽ കൊണ്ടുപോകണം. ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ക്രോധം മദ്യം കുടിക്കേണ്ടി വരും.
വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാണിന് മുമ്പാകെ അഗ്നിഗന്ധകത്തിൽ ദണ്ഡനം അനുഭവിക്കും. എന്തിനാണ് ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്? നമ്മൾ 2 തെസ്സലോനിയർ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 7-8 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴി നിന്ന് മാറണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. ദ മിസ്റ്ററി ഓഫ് ലോലെസ്നെസ് ഈസ് ഓൾറെഡി ഇൻ വർക്ക്. എന്നാൽ ഇതിനെ ഹിൻഡർ ചെയ്യുന്ന പരിശുദ്ധാത്മാവും ദൈവസഭയുടെ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. ദ മിസ്റ്ററി ഓഫ് ലോലെസ്നെസ് ഈസ് ഓൾറെഡി ഇൻ വർക്ക്. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു വ്യക്തിയെ കൊണ്ട് ചരിത്രത്തിൽ അവതരിപ്പിക്കാൻ. എന്തിനു വേണ്ടിയാണ്? അവൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്ന, അവന് വേണ്ടി സംസാരിക്കുന്ന, അവൻ്റെ ഹിതം നിവർത്തിക്കുന്ന, യേശുക്രിസ്തുവിനോട് എതിർത്ത് നിൽക്കുന്ന യേശുക്രിസ്തുവിന് പകരമായി മാനവരാശിയെ കബളിപ്പിക്കുവാൻ അവൻ അവതരിപ്പിക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ വ്യാപാരശക്തി, അധർമ്മത്തിൻ്റെ വ്യാപാരശക്തി ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ മൂർത്തിയിൽ വരാത്തതിൻ്റെ കാരണം എന്നാ? അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ദൈവാത്മാവിൻ്റെ പരിവർത്തനം, ദൈവസഭയുടെ സാന്നിധ്യം, ഇത് അവൻ വെളിപ്പെടാതിരിക്കുന്നു. എന്നാൽ റാപ്ചർ, ഉൽപ്രാവണത്താൽ ദൈവസഭയും പരിശുദ്ധാത്മാവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, സാത്താൻ്റെ ആഗ്രഹം എന്നാണെന്നറിയാമോ? ഈ വ്യാപരിക്കുന്ന അധർമ്മത്തെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പാടില്ല. ഈ അധർമ്മത്തിൻ്റെ മർമ്മം, മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്, ലോകത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ഈ മർമ്മം ഒന്നും മനസ്സിലാക്കാൻ പാടില്ല. ഇന്ന് കാണുന്നതെല്ലാം സാധാരണ സംഭവമാണെന്ന് ചിന്തിക്കും. എന്നാൽ ദൈവവചനം പരിശോധിക്കുന്ന, ഈ പ്രവചന വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താ കാണാൻ സാധിക്കുന്നത്? അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നു. ഒരാഗോളവൽക്കരണം, ഒരു കമ്പ്യൂട്ടർവൽക്കരണം, ഒരു ഇൻ്റർനെറ്റ് ലിങ്കിങ് മാത്രമല്ല. നോക്കുക, ലോകത്തിലൊരു ഏകലോക മതം. നോക്കുക, ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരാഗോളമായ ഐക്യതയോടുകൂടി പ്രവർത്തിക്കുക. ഇങ്ങനെയുള്ള വസ്തുതകൾ ഓരോന്നും വ്യാപരിക്കുന്നത് കാണുമ്പോൾ ഇതെല്ലാം തിരുവചനത്തിൽ അവനെ കൊണ്ടുവരാൻ വേണ്ടി ഒരുക്കപ്പെടുന്ന അധർമ്മത്തിൻ്റെ മർമ്മമാണെന്ന് ഒരു ദൈവ പൈതലിന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഞാൻ പറഞ്ഞോട്ടെ, ഇത് പഠിക്കാതിരുന്നാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ വ്യക്തി അവതരിച്ചു കഴിയുമ്പോൾ ഇവനാണ് കാത്തിരുന്ന മശിഹ, അല്ലെങ്കിൽ ഞങ്ങളുടെ മതം പറഞ്ഞ നേതാവെന്ന് പറഞ്ഞ് പലരും അവനോട് അലയൻസ് കാണിക്കുകയും 14-ാം അധ്യായത്തിൽ വായിച്ച പോലെ അവനെ നമസ്കരിക്കുകയോ അവൻ്റെ പ്രതിമ നമസ്കരിക്കുകയോ അവൻ്റെ മുദ്രയേൽക്കുകയോ ഒക്കെ ചെയ്യുന്നവർ ദൈവക്രോധത്തിൻ്റെ, ദൈവ കോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ക്രോധമദ്യം കുടിക്കേണ്ടി വരും. ദണ്ഡനത്തിൻ്റെ പുകരാപ്പകൽ പൊങ്ങും. വിടുതലില്ലാത്ത നിത്യമായ ഭയാനകമായ ഒരു ശിക്ഷയിലേക്ക് അവർ മാറ്റപ്പെടും. എന്തിനിത് പഠിക്കണം? എന്തിനിത് പഠിക്കണം? ദൈവം ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇത് പഠിക്കണം. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം. മറ്റുള്ളവർക്കത് മനസ്സിലായി ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഈ പ്രത്യേക ഈ ഒരു വസ്തുതകളിൽ നിന്ന് അവർക്കൊരു വിടുതൽ കിട്ടാൻ വേണ്ടി അത് ആവശ്യമാണ്. ഞാൻ ഇതോടുള്ള ബന്ധത്തിൽ പരിശോധിച്ചു. ഞാൻ പറഞ്ഞു 100-ലധികം വാക്യങ്ങൾ അവനോടും അവൻ്റെ പ്രവർത്തനത്തോടും അവൻ്റെ ജീവിത രീതികളോടും ഒക്കെ അനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ എതിർ ക്രിസ്തു അല്ലാതെ പരാമർശമുണ്ട്. എതിർ ക്രിസ്തു എന്ന് പരാമർശിച്ചിരിക്കുന്ന 5 ഭാഗങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ 5 ഭാഗങ്ങളും യോഹന്നാനാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ തൻ്റെ ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, യോഹന്നാൻ ഇത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം നോക്കുക. ഞാനൊരു വാക്യം വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേക എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. അന്ത്യനാഴികയാകുന്നുവെന്ന് നമുക്കറിയാം. ഞാൻ ആ വാക്യം ഒന്ന് അപഗ്രഥിക്കുകയാണ്. എതിർ ക്രിസ്തു വരുന്നു, ഏകവചനം. ആൻറ്റി ക്രൈസ്റ്റ് ഈസ് കമ്മിങ്. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ അത് ക്യാപിറ്റൽ എ ആണ്, ഏകവചനമാണ്. There is one antichrist.
അവനെ ഇവിടെ അവതരിപ്പിച്ചത് ക്യാപിറ്റൽ എയിലാണ്. മാത്രമല്ല അവനെ അവതരിപ്പിച്ചപ്പോൾ അത് ഏകവചനത്തിലാണ് പറഞ്ഞത്. ഹി ഈസ് എ പേഴ്സൺ, ഹി ഈസ് വൺ പേഴ്സൺ, എ സിംഗിൾ പേഴ്സൺ. അവൻ ഒരു വ്യക്തിയാണ്. എന്നാൽ യോഹന്നാൻ പറയുന്നു ഇപ്പോൾ അനേക എതിർ ക്രിസ്തുക്കൾ വന്നു. അത് ക്യാപിറ്റൽ എ അല്ല, അത് സ്മോൾ എ ആണ്. മെനി ആന്റി ക്രൈസ്റ്റ്, അനേക എതിർ ക്രിസ്തുക്കൾ, ബഹുവചനമാണ്. അപ്പോൾ അനേക എതിർ ക്രിസ്തുക്കൾ വരുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആന്റി ക്രൈസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ക്രൈസ്റ്റിന് മുന്നിൽ ഒരു പ്രിഫിക്സ് ഉണ്ട്. ക്രൈസ്റ്റിന് മുന്നിൽ ഒരു പ്രിഫിക്സ് ഉണ്ട്. ആ പ്രിഫിക്സ് എന്താ? ആന്റി, എതിർ എന്നുള്ള വാക്കാണ്. എതിർ അല്ലെങ്കിൽ ആന്റി. ഈ ആന്റി എന്നുള്ള വാക്ക് ഗ്രീക്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമുക്കറിയാം, ഗ്രീക്കിലാണ് ഇത് എഴുതിയത്. ഗ്രീക്കിൽ എന്താ അർത്ഥം? ആന്റി എന്ന് പറഞ്ഞാൽ നമ്മളറിയാം, ഇംഗ്ലീഷിലും യൂസ് ചെയ്യുന്ന പോലെ എഗെയിൻസ്റ്റ്. അപ്പോൾ എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഈസ് എഗെയിൻസ്റ്റ് ക്രൈസ്റ്റ്. രണ്ടാമതൊരു അർത്ഥമുണ്ട്. ആന്റി എന്നുള്ളതിന് ഇൻ പ്ലേസ് ഓഫ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിന് പകരമായി, ക്രിസ്തുവിന്റെ സ്ഥാനമേറ്റെടുത്ത് ക്രിസ്തുവിനോട് എതിർക്കുന്ന വ്യക്തിയാണ് ആര്? ആന്റി ക്രൈസ്റ്റ്. അവൻ വരുന്നു, ഈസ് കമ്മിങ്. പക്ഷെ ഇപ്പോൾ ആരാ വന്നത്? അനേക എതിർ ക്രിസ്തുക്കളാ വന്നത്. എന്താ യോഹന്നാൻ ഇവിടെ പറയുന്നത്? തൻ്റെ കൂടെയുള്ള സഹവിശ്വാസികളെ യോഹന്നാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? 1 യോഹന്നാൻ 2:18 നോക്കിക്കാട്ടെ. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. യു ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. എവിടുന്നാ അവർ കേട്ടത്? തിരുവചന ഏടുകളിലൂടെ ഈ അപ്പോസ്തലനായ യോഹന്നാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് 2 പ്രാവശ്യം എടുത്തു പറയുന്നു. പൗലോസ് പറയുന്നു അന്തിക്രിസ്തുവിനെ കുറിച്ച് തെസ്സലോനിക്കയിൽ പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്നുള്ളത് പറയുന്നു. ഇതിൻ്റെയൊക്കെ കാരണം എന്നാ? ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നൊരു കൂട്ടർ പറയുന്നു ഇതൊന്നും പഠിപ്പിക്കരുത്, ക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ പഠിപ്പിക്കാവൂ. ഇതൊക്കെ പഠിപ്പിച്ചാൽ മനുഷ്യനെ പേടിപ്പെടുത്തുകയാണ്. ഇതല്ല വേണ്ടിയത്, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. അതുവേണ്ടി പ്രത്യാശയുടെ വാക്കുകളെ പറയാവൂ എന്നുള്ളത് ചിലർ പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, അപ്പോസ്തലനായ യോഹന്നാൻ സഹവിശ്വാസികളെ ഇത് പഠിപ്പിച്ചു, പൗലോസ് ഇത് സഹവിശ്വാസികളെ പഠിപ്പിച്ചു, ദൈവജനത്തിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തി, 100-ലധികം വാക്യങ്ങളിലൂടെ ഇത് പറഞ്ഞു തന്നു. എന്തിനു വേണ്ടി? ഇത് മനസ്സിലാക്കണം. എന്താ കാരണം? അധർമ്മത്തിൻ്റെ വ്യാപരിക്കുന്ന മർമ്മം ഇത് മനസ്സിലാക്കുന്നവർക്ക് ഗ്രഹിപ്പാനും അവർക്കത് തിരിച്ചറിയുവാനും കഴിയും. എന്നാൽ ഇത് പഠിക്കാതെ ഇരിക്കുന്ന വ്യക്തിക്ക് എന്തോ സംഭവിക്കും? ഇത് മനസ്സിലാക്കാതിരിക്കുന്ന ആ വ്യക്തിക്ക് എന്തോ സംഭവിക്കും? ആ വ്യക്തി സാത്താന്റെ കാപട്യത്തിൽ വിശ്വസിക്കേണ്ടി വരും. നോക്കുക, ടോട്ടൽ കൺഫ്യൂഷനാണ്. ആളുകൾക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന്. യോഹന്നാൻ 8:44 എന്താ വായിക്കുന്നത്? അവൻ ആദ്യം മുതൽ ആരാ? അവൻ ഭോഷ്ക് പറയുന്നവനാ, അതിൻ്റെ അപ്പനാണ്. അപ്പോൾ മനുഷ്യനെ കാപട്യം കൊണ്ട് വഞ്ചിക്കുന്ന ഈ എതിർ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ വചനം എന്താണെന്നറിയാമോ? ഇതാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് ക്രിസ്തുവിന് പകരം കൊണ്ട് അവതരിപ്പിക്കാൻ പോവുകയാണ് ഒരു വ്യക്തിയെ. ഇതാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് ക്രിസ്തുവിന് പകരം ഒരു വ്യക്തിയെ ഈ ഭോഷ്കിന്റെ അപ്പൻ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ്. അത് അവതരിപ്പിക്കണമെങ്കിൽ മാനവരാശിയുടെ മനസ്സിനെ അവൻ ഒരുക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഈ വിഷയം പഠിക്കാൻ അനുവദിക്കാത്തത്. ഈ വിഷയം കുറിച്ച് ആളുകളെ ഇഗ്നറൻ്റ് ആക്കി നിർത്തുന്നത്. ആളുകൾ അജ്ഞരാകണം, ആളുകൾ ഇത് മനസ്സിലാക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അത് ദൈവിക പദ്ധതിയല്ല, അത് പൈശാചികന്റെ പദ്ധതിയാണ്. ഇത് പഠിക്കരുതെന്നും പഠിപ്പിക്കരുതെന്നും പറയുന്നവർ ആരാന്നറിയാമോ? പൈശാചികന്റെ ആ വക്താക്കളായി ഇത് പഠിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. വളരെ ഗൗരവമായി നാം ഇത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ നോക്കി, യോഹന്നാന്റെ ലേഖനത്തിൽ ഏതാണ്ട് 5 പ്രാവശ്യം എതിർ ക്രിസ്തു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അന്തി എന്ന് പറഞ്ഞാൽ അവസാനമെന്നാണ്, പക്ഷേ എതിർ ക്രിസ്തു എന്നുള്ളതാണ് കറക്റ്റ്. വൺ ഹു സ്റ്റാൻഡ്സ് എഗെയിൻസ്റ്റ് ക്രൈസ്റ്റ് ആൻഡ് വൺ ഹു ഈസ് ഇൻ പ്ലേസ് ഓഫ് ക്രൈസ്റ്റ്. അവൻ ദൈവാലയത്തിലിരുന്ന ദൈവം എന്ന് പറയും.
അവന് ഹീസ് ഇൻ പ്ലേസ് ഓഫ് ക്രൈസ്റ്റ്. മാത്രമല്ല ഹീ ഈസ് ദ വൺ ഹു ഈസ് അഗൈൻസ്റ്റ് ക്രൈസ്റ്റ്. ദൈവിക കാര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. നമുക്ക് നോക്കാം, ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ. അനേക എതിർ ക്രിസ്തുക്കളുണ്ട്, പക്ഷേ എതിർ ക്രിസ്തു ഒരുവനേ ഉള്ളൂ. നമ്മൾ കണ്ടു, ആന്റി ക്രൈസ്റ്റ് ക്യാപിറ്റൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏകവചനമാണ്. എന്നാൽ there are many antichrist, അനേക എതിർ ക്രിസ്തുക്കളുണ്ട്, അത് സ്മോൾ ലെറ്റർ എ ആണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ 18-ാം വാക്യം നമ്മൾ വായിച്ചു. ഞാനത് ഒന്നുകൂടെ വായിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു, അന്ത്യനാഴികയാകുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ 22-ാം വാക്യം, യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാണ് എതിർ ക്രിസ്തു. ദാറ്റ് ഈസ് സ്മോൾ എ. വീണ്ടും നമുക്ക് നോക്കാം, 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3-ാം വാക്യം, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. ക്രിസ്തുവിനെതിരായി പ്രവർത്തിക്കുന്ന ഒരാത്മാവ്, ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഒരു ആത്മാവ്, പിതാവിനെയും പുത്രനെയും സ്വീകരിക്കാത്ത, ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത, അവരോട് എതിർത്ത് നിൽക്കുന്ന ഒരാത്മാവ്. ഇത് ആത്മാവാണ്. ഇതാണ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ്. ഒരു വാക്യം കൂടെ വായിക്കാം. 2 യോഹന്നാൻ എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 7-ാമത്തെ വാക്യം നോക്കാം. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. ക്രിസ്തു ജഡത്തിൽ വന്നിട്ടില്ല, യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്നില്ലേ, പിതാവിനെയും പുത്രനെയും നിഷേധിക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അർത്ഥം കണ്ടു. ദേ ആർ എഗെയിൻസ്റ്റ് ക്രൈസ്റ്റ്, ദേ ആർ ഇൻ പ്ലേസ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ അവർ ക്രിസ്തുവിനെതിരായി പ്രവർത്തിക്കുന്ന ആത്മാവാണ് ഈ വ്യാപരിക്കുന്നത്. യോഹന്നാൻ, he was concerned with the doctrinal error which is rejecting Christ and his father. പിതാവിനെയും തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ആത്മാവ്, അതേത് ആത്മാവാ? എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ഫൈനലി ആ എതിർ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയെ പൈശാചികൻ അവൻ്റെ കാപട്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമായി അവനെ കൊണ്ടു നിർത്തും. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇത് അവനെ കൊണ്ട് നിർത്തുമ്പോൾ എത്രയോ വ്യക്തികൾ വഞ്ചിക്കപ്പെടാൻ പോവുകയാണ്. ഒരു കാര്യം ഓർക്കണം, യോഹന്നാൻ ഇത് ദൈവമക്കൾക്കായി എഴുതുന്നത്, അവരെയാണ് ഇത് പഠിപ്പിച്ചത്. 1 യോഹന്നാൻ 5:13 നോക്കാട്ടെ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് അറിയേണ്ടതിന്. രക്ഷിക്കപ്പെട്ടവരാണ് ഇത് പഠിപ്പിച്ചത്. ആരെയാ? രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ. അവരാണ് ഇത് അറിയേണ്ടത്. അവർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് യോഹന്നാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, എ കൗണ്ടർഫെയ്റ്റ് മഷിയ ഈസ് കമ്മിങ്, an antichrist is coming, one is going to take the place of Christ is coming. ക്രിസ്തുവിന് പകരമായി ക്രിസ്തുവിനെ എതിർക്കുന്ന, അല്ലെങ്കിൽ മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഒരു കൗണ്ടർഫെയ്റ്റ് മസിയ, ഇത് ലോകത്തിൽ വന്ന് ലോകത്തെ വഞ്ചിക്കും. യോഹന്നാൻ 8 അതാ നമ്മൾ വായിച്ചത്. അവൻ്റെ ക്യാരക്ടർ നമ്മൾ വായിച്ചു, സാത്താൻ്റെ. ആ സാത്താനാണ് ഇതിൻ്റെ പ്രകൽ ഇവനെ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം നോക്കിയാട്ടെ, ആ വാക്യം ഒന്ന് വായിച്ചേക്കാം. നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ ഇത് വളരെ ഗൗരവമായി ഓർക്കുക. അതിൻ്റെ 44-ാം വാക്യം, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിന് നിൽക്കുന്നില്ല. അവൻ പോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു. അവൻ പോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാണ്. നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. അവരുടെ പിതാവാരാ? നിങ്ങൾ പിശാചിൻ്റെ പിതാവിൻ്റെ മക്കളാണ്. അപ്പൊ പിശാചിൻ്റെ മോഹം എന്തുവാ? ഇങ്ങനെയുള്ളൊരു മോഹമാണ്. ഇന്ന് ക്രിസ്തുവിനെതിരെ പ്രവർത്തിക്കുന്ന ആത്മാവുണ്ടല്ലോ, യേശുവിൻ്റെ കർത്തൃത്വത്തെ നിഷേധിക്കുക, പിതാവിനെയും പുത്രനെയും നിഷേധിക്കുക, അവൻ ജഡത്തിൽ വന്നു എന്ന് അംഗീകരിക്കാതിരിക്കുക, ഇങ്ങനെ ഉള്ള ആത്മാക്കളുണ്ടല്ലോ. ഇതാരുടെ ആത്മാവാണ്? ആ പിതാവിൻ്റെ ആത്മാവാണ്. ആരാണ് ആ പിതാവ്? സാത്താനാണ്.
നോക്കുക, അതാണ് പൗലോസ് 2 തെസ്സലോനിയർ 2:7 പറഞ്ഞത്. അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ വർക്ക്, ഇറ്റ് ഈസ് വർക്കിംഗ്. എന്തിനാ? അധർമ്മമൂർത്തി വെളിപ്പെടുത്താൻ. ഇവിടെയാണ് ഈ പഠനത്തിൻ്റെ നമ്മുടെ ആവശ്യകത. ഞാൻ ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇഫ് വി നെഗ്ലക്ട് ദിസ്, ഈ പഠനം നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ, ഈ തിരുവചനത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണെങ്കിൽ വഞ്ചിക്കപ്പെടും ഒരുപാട് പേര്. ഈ വസ്തുതകളൊന്നും അറിയാത്തവരും ഇത് പഠിപ്പിക്കാത്തവരുടെയും. നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിയേ, എന്തെല്ലാം വൈകൃതമായ ചിന്തകളാണ്, എന്തെല്ലാം വൈകൃതമായ ചിന്തകൾ. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഞാനൊരു ദൈവദാസനാണ്, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നു. എന്നെ അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഒരാളെക്കുറിച്ച് ഒരിക്കൽ ഇതിട്ടപ്പോൾ എന്നെ വളരെ മോശമായി അസഭ്യമായ വാക്കുകൾ എടുത്ത് പറയുന്നു. വളരെ വേദനാജനകമായി തോന്നും. അസഭ്യമായ വാക്കുകൾ പറയുന്ന, മാത്രമല്ല ദൈവജനമെന്ന് അവകാശപ്പെടുന്നവരുടെ ഇടയിലുണ്ട്. എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത്? അദ്ദേഹം പഠിപ്പിക്കുന്നത് ഈ അന്തിക്രിസ്തുവിനെ കുറിച്ചാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ പരിഹസിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട്. ബ്രദേഴ്സ്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, അവൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. പിശാചിന് ഇഷ്ടം ഇത് പഠിപ്പിക്കരുത്. ആ മോഹമാണ് ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഗൗരവമായി ഞാൻ ഓർപ്പിക്കട്ടെ, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു സ്റ്റഡി ദിസ് ആൻഡ് ഇഫ് യു ആർ അഗെയിൻസ്റ്റ് ദിസ് ടീച്ചിങ്, ആരുടെ ആത്മാവായത്? പിശാചെന്ന പിതാവിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കുകയാണ്. ഹി വാണ്ട് ടു മേക്ക് പീപ്പിൾ ഇഗ്നോറന്റ്. ആളുകളെ ഈ വിഷയത്തിൽ അജ്ഞരാക്കണം. അജ്ഞരാക്കിയെങ്കിലേ ഇവൻ അവതരിക്കുമ്പോൾ, ചരിത്രത്തിൽ ഇവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ, ഇവനാണ് ക്രിസ്തുവെന്ന് പറഞ്ഞ് ഇവനോട് അലയൻസ് കൂട്ടുന്ന വലിയൊരു സമൂഹം ഉണ്ടാകും. അവരെന്തോ ചെയ്യും? നിത്യനരകത്തിൽ പോകും. നിത്യനരകം, വിടുതലില്ലാത്ത സ്ഥലം. ഞാൻ ഇത് പഠിക്കണമെന്നുള്ളത് ശ്രദ്ധിച്ചപ്പോൾ പല വാക്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നതിൽ ചിലത് ഞാൻ കുറിച്ചു വെച്ചത് മനസ്സിലാക്കാൻ സാധിച്ച വാക്യം. 119 സങ്കീർത്തനത്തിൽ ദൈവവചനത്തെക്കുറിച്ച് ഒരുപാട് പറയുന്ന ഒരു സങ്കീർത്തനമാണ്. ഞാൻ അവിടെ 1-2 വാക്യം അതിനകത്തുനിന്ന് എടുത്തോട്ടെ. 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. അതിൻ്റെ 130 വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. നിന്റെ വചനങ്ങളുടെ വികാസനം, ഇംഗ്ലീഷിൽ ഞാനത് പറയാം, ദ അൺഫോൾഡിങ് ഓഫ് യുവർ വേർഡ്, ദ അൺഫോൾഡിങ് ഓഫ് യുവർ വേർഡ് ഗിവത്ത് ലൈറ്റ്, ഇറ്റ് ഗിവത്ത് അണ്ടർസ്റ്റാൻഡിങ് ടു ദ സിമ്പിൾ. യെസ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദം, അത് അല്പബുദ്ധികളെ ജ്ഞാനികളാക്കുന്നു. ബ്രദേഴ്സ്, the unfolding of your word giveth light. ദൈവവചനത്തെ അൺഫോൾഡ് ചെയ്യുമ്പോൾ, അത് എക്സ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? It giveth light. It giveth understanding to the simple. നിങ്ങൾക്കറിയാം, സഭാചരിത്രത്തിൽ അന്ധകാര യുഗമെന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ടായി. 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം. വൈ ഇറ്റ് ഹാപ്പൻ സോ? എന്തിനാണ് അത് അങ്ങനെ സംഭവിച്ചത്? അതിൻ്റെ ഒറ്റ കാരണം ഞാൻ പറയാം. ദൈവവചനത്തിന് പ്രവേശനമില്ലാത്ത കാലഘട്ടം. ലോകത്തിലൊന്നൊരു സഭയുള്ളൂ, ദാറ്റ് വാസ് കാത്തലിക് ചർച്ച്. പ്രൊട്ടസ്റ്റന്റ്സ് ഉണ്ടായിട്ടില്ല. അവർ പറഞ്ഞു, ഈ തിരുവചനം വായിക്കാനും വ്യാഖ്യാനിക്കാനും അനുവാദം പുരോഹിതന്മാർക്കേ ഉള്ളൂ, സാമാന്യ ജനത്തിന് വായിപ്പാൻ നിവൃത്തിയില്ല. ദൈവവചനത്തിൻ്റെ അൺഫോൾഡിങ് ഇല്ല. അപ്പോൾ എന്തോ സംഭവിക്കും? ഇരുട്ട് കയറുകയുള്ളൂ. അന്ധത എന്ന് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിന് കൊടുത്ത പേരാണ് ഡാർക്ക് ഏജ്, അന്ധകാര യുഗം. പക്ഷെ ഇവിടെ നമ്മൾ വായിച്ചു, അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. നമ്മളൊന്നും വലിയ ജ്ഞാനികളൊന്നുമല്ല. നമ്മുടെ പേരിൻ്റെ മുന്നിലൊന്നും ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെക്കാനും ഒന്നുമില്ല. വി ആർ വെരി സിമ്പിൾ പീപ്പിൾ. അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളവർക്ക് എതിരൊന്നുമല്ല ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മുടെ കാര്യമാണ്. വി ആർ ഓൾ സിമ്പിൾ പീപ്പിൾ. പക്ഷേ നമ്മളെ ബുദ്ധിമാന്മാരാക്കുന്നു ദൈവജനം കൊണ്ട്.
ഇവിടെ നമ്മൾ വായിച്ചതാണ്, ദ അൺഫോൾഡിങ് ഓഫ് യുവർ വേർഡ് ഗിവത്ത് ലൈറ്റ്, ഇറ്റ് ഗിവ്സ് അണ്ടർസ്റ്റാൻഡിങ് ടു ദ സിമ്പിൾ. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. ഇത് വായിച്ചപ്പോൾ മറ്റൊരു വാക്യം, സദൃശ്യവാക്യം 6-ാം അധ്യായം, ഇതോട് ചേർത്ത് നമുക്ക് വായിക്കാം. ഇതോട് ചേർത്ത് ഇപ്പം വായിച്ച ആ വാക്യത്തോട് ചേർത്ത് ഇതൂടെ വായിക്കുമ്പോൾ ഇച്ചിരൂടെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നു. ആ സദൃശ്യവാക്യം 6-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം, 6:23, കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ മാർഗവുമാണ്. കൽപ്പന ദീപമാണ്, ഉപദേശം ഒരു വെളിച്ചമാണ്, പ്രബോധനം ശാസനയാണ്, ജീവൻ്റെ മാർഗമാണ്. ജീവൻ്റെ മാർഗം, മരണത്തിൻ്റെ മാർഗമല്ല, ജീവൻ്റെ മാർഗം. അനേകർ ജീവനിലേക്ക് കടക്കുന്നു ഈ വചനത്തിൻ്റെ അൺഫോൾഡിങ് മൂലം, സത്യങ്ങൾ അറിയുന്നത് മൂലം. എന്നാൽ പൈശാചികന്റെ ആഗ്രഹം ഇത് മനസ്സിലാക്കരുത്, ആളുകൾ ഇത് പഠിപ്പിക്കരുത്, ഇത് അൺഫോൾഡ് ചെയ്യരുത്. അന്ധകാരത്തിൽ അവരെ നിർത്തണം. കാരണം അവനൊരു ലക്ഷ്യമുണ്ട്. അവൻ അൾട്ടിമേറ്റ്ലി അധമത്തിന്റെ മാർമികമായ മൂർത്തിയെ കൊണ്ടൊന്ന് അവതരിപ്പിക്കും. അന്നവനെ അംഗീകരിക്കണം. സങ്കീർത്തനം 19 നമ്മളൊക്കെ പലർക്കും കാണാതറിയാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഇങ്ങനെ പോവുകയാണ് മനോഹരമായ സങ്കീർത്തനം. അതിൻ്റെ 7-ാം വാക്യത്തിൽ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു. 7-ാം വാക്യം മുഴുവൻ ഞാനൊന്ന് വായിച്ചോട്ടെ. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകിയത്, അത് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു. അല്പബുദ്ധികളെ നമ്മൾ 119-ാം സങ്കീർത്തനത്തിൻ്റെ 130-ാം വാക്യത്തിലും വായിച്ചു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ ഈ സാക്ഷ്യം അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സിമ്പിൾ വൺസ്, ബുദ്ധി കുറഞ്ഞവർ. ഞാൻ പറയട്ടെ, 100-ലധികം വാക്യങ്ങളിലൂടെ ഈ വ്യക്തിയെ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ, ഹീസ് അൺഫോൾഡിങ് അബൌട്ട് ഹിം. അവനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ആരാണ് അന്തിക്രിസ്തു, ആരാണ് അവനെ അവതരിപ്പിക്കുന്നത്, എന്താണ് അവൻ്റെ പ്രവർത്തന ശൈലി, ഇതൊക്കെ പഠിപ്പിക്കുകയാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി തന്നതാണ്. യെശയ്യാ പ്രവചനം എടുക്കുമ്പോൾ ദൈവം ആർക്കാണ് ഇത് മനസ്സിലാക്കി കൊടുക്കുന്നത്? 2 വേദഭാഗത്തിൽ വായിച്ചു. അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു, അല്പബുദ്ധികളെ ജ്ഞാനികളാക്കുന്നു. വളരെ വ്യക്തമായി തിരുവചനത്തിൽ കണ്ടു. ഞാൻ 2 വാക്യം ഞാനൊന്ന് വായിച്ചോട്ടെ. യെശയ്യാ പ്രവചനം 57, ഐശയ്യാ 57 അതിൻ്റെ 15-ാമത്തെ വാക്യം, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്തു. ദൈവത്തിൻ്റെ മഹത്വം, ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ദ എറ്റേണൽ വൺ, ശാശ്വതവാസി, പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ. അവൻ അരുളി ചെയ്യുകയാണ് ഇപ്രകാരം. എന്താ അരുളി ചെയ്യുന്നത്? ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ള ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. People who are humble, people who are broken, people who are humble enough to look into his face. അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇരിക്കുന്ന അല്പബുദ്ധികൾ, അവരോട് കൂടെ അവൻ വസിക്കും. ആരാ അവൻ? ഉന്നതനും ശാശ്വതവാസി, പരിശുദ്ധൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഉന്നതനായ ദൈവം. ബട്ട് ദൈവം പറയുകയാണ്, എങ്കിലും ഞാൻ ആരാണ്? താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ള ഹൃദയത്തിനും ചൈതന്യം കൊടുക്കുവാൻ. യെശയ്യാവ് തന്നെ 66-ാം അധ്യായം 2 വാക്യം ഞാൻ വായിക്കുകയാണ്. 2-ാം വാക്യം, എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, ഇങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും, ബട്ട്, അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്ങൾ വിറയ്ക്കുന്നവനായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. 5-ാം വാക്യം, യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരെ അവൻ്റെ വചനം കേട്ടുകൊള്ളുവീൻ. ഞാനിവിടെ ആ ഭാഗം നിർത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ കൊതിക്കുന്നവർ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയമുള്ളവർ,
ദൈവസന്നിൽ താണഹൃദയമുള്ളവർ, അല്പബുദ്ധികളായി അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരെ അവൻ എന്തു ചെയ്യും? അവൻ്റെ വചനത്തിൻ്റെ വികാസനം കൊണ്ട് അവരെ ബുദ്ധിമാന്മാരാക്കും, ജ്ഞാനികളാക്കും. ഈ വിഷയത്തിലും ഇത് തന്നെയാണ്. ഞാൻ ഈ ഭാഗങ്ങൾ വീണ്ടും ശ്രദ്ധിച്ചു, ഒരുപാട് വായിക്കുകയൊക്കെ ചെയ്ത് നോക്കി. സഭാ ചരിത്രം ഞാൻ ശ്രദ്ധിച്ചു. അതായത് പൂർവന്മാർ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? കാരണം ഇന്ന് ഇതിനെതിരായിട്ടൊക്കെ ഒരുപാട് ശബ്ദമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. പൂർവന്മാരിത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഐറേനിയസ് എന്ന് പറയുന്ന സഭാപിതാവ്. ചർച്ച് ഹിസ്റ്ററിയിൽ അദ്ദേഹത്തെ കാണാം, ഐറേനിയസ്. അദ്ദേഹം എഗെയിൻസ്റ്റ് ഹെറിസിസ്, ദുരുപദേശങ്ങൾക്കെതിരെ എന്നൊരു ബുക്ക് എഴുതിയപ്പോൾ ഒരു വർക്കുണ്ട് തന്നെ. അതിനകത്ത് അന്തിക്രിസ്തുവിനെ കുറിച്ചും അവൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ധാരാളം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു ഹിപ്പളോട്ടസ്. അദ്ദേഹം ഏതാണ്ട് AD 200 ജീവിച്ചിരുന്ന ആളാണ്, സംതിങ് അറൗണ്ട് ദാറ്റ്. അദ്ദേഹം എഴുതി ഓൺ ക്രൈസ്റ്റ് ആൻഡ് ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിനും എതിരെ കുറിച്ച് എഴുതിയപ്പോൾ ധാരാളം ഇതിനെക്കുറിച്ച് അതിനകത്ത് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിച്ചു. ലാറ്റിൻ ക്രിസ്ത്യാനിറ്റിയിൽ, ലാറ്റിൻ ഭാഷയുടെ ക്രിസ്ത്യാനിറ്റിയിൽ വളരെ പ്രസിദ്ധനായ ഒരാളുണ്ട്, നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പേരറിയാം, ടെർട്ടൂലിയൻ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് എഗെയിൻസ്റ്റ് മാർസിയോൺ. അതിനകത്ത് അന്തിക്രിസ്തുവിനെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. AD 950 ജീവിച്ചിരുന്ന മോങ്ക് ആഡ്സോ എന്ന് പറയുന്ന ആള് അന്തിക്രിസ്തുവിനെ കുറിച്ച് ലെറ്റർ ഓൺ ദ ഒറിജിൻ ആൻഡ് ദ ടൈം ഓഫ് ആൻറ്റി ക്രൈസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, സഭാ ചരിത്രത്തിൽ ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്, അന്തിക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ യോഹന്നാനും സഭയെ പഠിപ്പിച്ചു. തിരുവചനത്തിൽ 100-ലധികം വാക്യങ്ങൾ ഇതുള്ള ബന്ധത്തിൽ എഴുതി. ഞാനും നിങ്ങളും ഇത് പഠിക്കാതിരിക്കുവാൻ പൈശാചികൻ നമ്മളെ അന്ധതയിലിടുമ്പോൾ ദൈവം പറയുന്നു, എൻ്റെ വചനത്തിൻ്റെ പ്രകാശനം, വികാസനം, ഇറ്റ് ഗിവത്ത് ലൈറ്റ്, ഇറ്റ് മേക്സ് ദ സിമ്പിൾ വൈസ്. അല്പബുദ്ധികളെ ജ്ഞാനികളാക്കി തീർക്കുന്നതാണ് എൻ്റെ വചനം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ DJ പെന്റിക്കോസ്, വളരെ പ്രസിദ്ധനായ അദ്ദേഹത്തിൻ്റെ ബുക്കാണ് തിങ്സ് ടു കം എന്നുള്ളത്. പ്രവചനം പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിയുടെ കൈകളിൽ അത് കാണാതിരിക്കില്ല. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കരസ്ഥമാക്കിയൊരു ബുക്കാണ് DJ പെന്റിക്കോസിൻ്റെ തിങ്സ് ടു കം. ഇറ്റ്സ് ഒരു ബിഗ് വർക്ക്, വലിയൊരു വർക്കാണ്. അദ്ദേഹത്തിൻ്റെ ഈ അന്തിക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: Satan is seeking to give the world a ruler in place of Christ, will also be in opposition to Christ, so that he can rule over the world instead of Christ. DJ പെന്റിക്കോസ് പറയുന്നത്, സാത്താൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന് പകരം ഭരിക്കുവാൻ ഒരാളെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ക്രിസ്തുവിനെതിരായ ഒരാളെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അവൻ ലോകത്തിന്റെ ഭരണകർത്താവായി മാറും ക്രിസ്തുവിന് പകരം. അപ്പം Satan is seeking to do that. സാത്താൻ ലോകത്തിൽ ക്രിസ്തുവിന് പകരം അവൻ വരും, രാജാതിരാജാവായി. അവന് പകരം ഒരു വ്യക്തി ഭരണമേറ്റെടുക്കാൻ, ക്രിസ്തുവിനെ എതിർക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തുവിന് പകരമായൊരു വ്യക്തിയെ അവതരിപ്പിക്കുകയാണ്. ആര്? സാത്താൻ. ആ സാത്താന്റെ പ്രവൃത്തിയാണ് അധർമ്മത്തിന്റെ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി. ഓർക്കട്ടെ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞ ഭാഗം വിടട്ടെ. either he will make people ignorant, ഒന്നുകിൽ ആളുകളെ അവൻ ഇഗ്നറൻ്റ് ആക്കും, അല്ലെങ്കിൽ ഈ അന്തിക്രിസ്തുവിനെ കുറിച്ച് തെറ്റായത് പഠിപ്പിക്കും, അല്ലെങ്കിൽ ആളുകളെ കബളിപ്പിക്കും. അങ്ങനെ മാത്രമേ അന്തിക്രിസ്തുവിനെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ദാറ്റ്സ് വാട്ട് ഹി ഡൂയിങ്. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഗൗരവത്തോടുകൂടി അത് പഠിക്കുകയും പഠിപ്പിക്കുകയും മറ്റുള്ളവരെ വലിച്ചു രക്ഷിക്കുകയും ഈ വരുന്ന അധർമ്മത്തിൻ്റെ മർമ്മം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളിൽ ആരെങ്കിലും ഇതിനെതിരായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്താണ് ഞാൻ ആദ്യം ഈ ഭാഗങ്ങൾ എടുത്തത്. ഇനിയും നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം. ഇവിടെ 2 വ്യക്തിത്വമാണ് ഈ 13-ാം അധ്യായത്തിൽ. 2 വ്യക്തിത്വം നമ്മൾ പഠിച്ചു നോക്കിയാൽ, ഒരു ആള് രാഷ്ട്രീയ നേതാവും മറ്റേ വ്യക്തി മതനേതാവുമാണ്. ഈ മതനേതാവിൻ്റെ ജോലി എന്താന്ന് ചോദിച്ചാൽ, ഈ രാഷ്ട്രീയ നേതാവിനെ ലോകത്തിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ അവനെ അവതരിപ്പിച്ച് അവനെ ജനങ്ങൾ അംഗീകരിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക.
ഏതായാലും ഇതൊരു വലിയ കാര്യമാണ്. ഇതൊരു വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ഇതൊരു വലിയ കാര്യമാണ്. ഞാൻ വീണ്ടും ബൈബിൾ അല്ലാതെ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ലോകത്തിലെ 3 ഏക ദൈവവിശ്വാസികൾ എന്ന് പറയുന്നത് യഹൂദമതം, ക്രിസ്ത്യാനിറ്റിയും പിന്നീടുണ്ടായ ഇസ്ലാം മതവുമാണ്. ഈ 3 മതങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെ ഇടയിലൊരു ചിന്താഗതിയുണ്ട്, ഇങ്ങനെ ഒരാൾ വരുമെന്ന്. കറക്റ്റ് വിശ്വാസമൊന്നുമല്ല. യഹൂദന്മാരുടെ, നമ്മൾ ഓർക്കും വേദപുസ്തകം പഴയ നിയമം അവരുടെ കയ്യിലുണ്ടല്ലോ, ആ പഴയ നിയമം കൊണ്ട് അവരിത് വ്യക്തമായി മനസ്സിലാക്കുമെന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ ഈ യഹൂദന്മാർ വിശ്വസിക്കുന്നത് റോമൻ ഭരണകർത്താവായ അർമീലിയൂസ് എന്ന് പറയുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അന്ത്യകാലത്തിൽ യെരുശലേമിനെതിരെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടൊരു സൈന്യത്തെ നയിക്കും. ഈ അർമീലിയൂസിനെ ദാവീദിന്റെ സന്തതിയായി വരുന്ന മശിയ കൊന്നുകളയും. യഹൂദന്റെ മധ്യത്തിലെ വിശ്വാസമാണ്. ക്രിസ്ത്യാനിറ്റി, ക്രിസ്തുമതം അന്തിക്രിസ്തു വരുമെന്നുള്ളത് ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വൈകൃതമായ ഉപദേശങ്ങൾക്ക് വിധേയപ്പെട്ടു പോയി. നമുക്കതിനെക്കുറിച്ച് പുറകെ ചിന്തിക്കാം. എന്നാൽ ഇസ്ലാം ഏതാണ്ട് AD 600 ഒരു മതമാണ് ഇസ്ലാം. ഈ ഇസ്ലാമിൽ ചിന്തിച്ചാലും ഈ അന്തിക്രിസ്തുവിനുള്ള ബന്ധത്തിൽ ഒരു പഠനമുണ്ട്. അവർ അന്തിക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന പേര് ഡജാൽ, DAJJAL, ഡജാൽ. അറബി ഭാഷയിൽ അവനെ വിളിക്കുന്നത് ഡജാൽ. ഡജാൽ എന്ന് പറഞ്ഞാൽ ഡിസീവർ, കബളിപ്പിക്കുന്നവൻ, ഡിസീവർ. അറബിയിൽ അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവരുടെ വിശ്വാസം അനുസരിച്ച് അവനൊരു ചെറുപ്പക്കാരനായിരിക്കും, ഒരു കണ്ണുള്ളവനായിരിക്കും, അലൗകികമായ ശക്തിയുള്ളവനായിരിക്കും, അവൻ ദുഷ്ടതയുടെ അവതാരമായിരിക്കും, അവൻ ദൈവമാണെന്ന് അവകാശപ്പെടും. 70,000 യഹൂദന്മാരെയും കൊണ്ട് അവൻ ലോകത്തിൽ വലിയ കാപഠ്യവും വലിയ നാശവും ഉണ്ടാക്കും. അവൻ തന്നെത്താൻ യെരുശലേമിൽ ഭരണകർത്താവായി പ്രഖ്യാപിക്കും. പക്ഷെ അവരുടെ വിശ്വാസം ഫൈനലി വിൽ ബി സ്ലെയിൻ ബൈ ജീസസ് അറ്റ് ലിഡ ഗേറ്റ്. ലിഡ എന്ന് പറയുന്ന ആ ഗേറ്റിൽ യേശുക്രിസ്തു മൂലം അവൻ കൊല്ലപ്പെടും. അപ്പോൾ ഇസ്ലാം മതം അത് പറയുന്നു, യഹൂദമതത്തിൽ അത് പറയുന്നു, ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നു വളരെ വ്യക്തമായി. കർത്താവ് വന്നവനെ പിടിച്ച് അവനെയും കള്ളപ്രവാചകനെയും ഗന്ധം കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടും. വളരെ വ്യക്തമായി കാണുന്നു. എന്നാൽ ഈ വ്യക്തിയെക്കുറിച്ച് ക്രിസ്ത്യാനിറ്റിയുടെ പഠിപ്പിൽ അല്ലെങ്കിൽ ബൈബിളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ, ഇവനെ വേദപുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത് പല പേരുകളുണ്ട്. ആ പേരുകളിൽ 10 പ്രധാനപ്പെട്ട പേരുണ്ട്. 10 പ്രധാനപ്പെട്ട പേര്. ഈ പേരുകൾ ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ വലിയ കുപ്രസിദ്ധി ആർജിച്ച കള്ളന്മാരുണ്ട്, അല്ലെങ്കിൽ കൊള്ളക്കാരുണ്ട്. അവർക്ക് പല പാസ്പോർട്ട് കാണും, അവർക്ക് പല പേരുകൾ കാണും. അവർ ആ പേരിൽ ഇങ്ങനെ രാജ്യം അന്തർദേശീയ പ്രതലത്തിൽ അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അവരെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയുള്ളവരെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ ഈ വ്യക്തിക്ക് അന്തിക്രിസ്തുവിന് 10 പേരുണ്ടായിരിക്കും. 10 പേര്. നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ദാനിയേലിന്റെ പുസ്തകം 7:8 ചെറിയ കൊമ്പ്, 10 കൊമ്പ് അവസാനം വരുന്ന റോമൻ ഭരണകൂടം. ആ 10 കൊമ്പ്, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാരാണ്. അവരുടെ ഇടയിൽ നിന്നൊരു ചെറിയ കൊമ്പ്. ദാറ്റ് ഈസ് ഹിസ് ബിഗിനിങ്. ഇറ്റ് ഷോസ് ഹിസ് ലിറ്റിൽ ബിഗിനിങ്. അവൻ ചെറിയൊരു കൊമ്പായി മുളച്ചു വന്ന് അവസാനം എന്ത് സംഭവിക്കും? ലോകത്തിൻ്റെ ഭരണകർത്താവായി മാറും. അവനെ ചെറിയ കൊമ്പെന്ന് വിളിക്കുമ്പോൾ അവൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ദാനിയേൽ 8:23 അവന് മറ്റൊരു പേരുണ്ട്, ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ളൊരു രാജാവ്. ഉഗ്രഭാവം, ഉപായബുദ്ധിയുള്ള രാജാവ്. ഫിയേഴ്സ് ഫീച്ചേഴ്സ് ഹു അണ്ടർസ്റ്റാൻഡ് സിനിസ്റ്റർ സ്കീംസ്. 3 ദാനിയേൽ 9:26 വരുവാനിരിക്കുന്ന പ്രഭു. ദാനിയേൽ 9:27 അവിടെ വായിക്കുന്നു, ശൂന്യമാക്കുന്നവൻ, one who make desolate. ദാനിയേൽ 11:36 ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന രാജാവ്. That means he will be a dictator.
സക്കറിയാവ് 11:15 വാക്യം 2 പ്രാവശ്യം, തുമ്പുകെട്ട ഇടയൻ, ഫൂളി ഷെപ്പേർഡ്. 2 തെസ്സലോനിക്കർ 2:3 പൗലോസ് 2 വാക്ക് ഉപയോഗിക്കുന്നു. അധർമ്മമൂർത്തി, ദ മാൻ ഓഫ് ലോലെസ്നെസ് എസൻസ്, അധർമ്മത്തിൻ്റെ മൂർത്തിയാണ് അവൻ. വീണ്ടും പൗലോസ് അവിടെ പറഞ്ഞു, ദ മാൻ ഓഫ് ഡിസ്ട്രക്ഷൻ, നാശയോഗ്യൻ. വെളിപ്പാട് 6:2 വെള്ള കുതിരപ്പുറത്ത് വരുന്നവൻ, ഇറ്റ് ഈസ് ടു ഡിസീവ് ദ പീപ്പിൾ ദാറ്റ് ഹി ഈസ് ബ്രിങ്ങിങ് പീസ്. വെളിപ്പാട് പുസ്തകം 13 അവന് കൊടുത്ത പേര് മൃഗം, 17 മൃഗം, മൃഗത്തെയും കള്ളപ്രവാചകൻ, മൃഗം. നോക്കുക, ഏതാണ്ട് 10 പ്രധാനപ്പെട്ട പേരിൽ അവൻ്റെ 10 ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കി തരുന്നു. നമുക്കതിൻ്റെ വിശദ പഠനത്തിലേക്ക് പോവുകയില്ല. Now I am coming back to chapter 13. ഞാൻ വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിലേക്ക് മടങ്ങി വരികയാണ്. ഈ 13 അധ്യായം എടുക്കുമ്പോൾ നമ്മൾ നോക്കുക, ആദ്യത്തെ 10 വാക്യം ഈ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഒരുപാട് ആ ഭാഗത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത സമയത്ത് ആ ഭാഗം പഠിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഈ ഭാഗത്തുനിന്ന് പറഞ്ഞു കൊടുക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞൊരു കാര്യം ഞാനൊന്ന് പറഞ്ഞ് ആ ഭാഗം വിടാം. അവിടെ ഇവൻ്റെ 5 വ്യത്യസ്ത ക്യാരക്ടർ എടുത്ത് പറയുന്നു, 5 ക്യാരക്ടേഴ്സ്. ആ 5 ക്യാരക്ടറും ഓരോ വാക്കിൽ വെളിപ്പാട് 13 നമുക്ക് ട്രേസ് ചെയ്യാം. ആദ്യത്തെ 10 വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ 10 വാക്യത്തിലാണ് ഈ വ്യക്തിയെക്കുറിച്ച്, ആൻറ്റിക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ബാക്കി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കള്ളപ്രവാചകനെ കുറിച്ചാണ്. അവനും ഈ അന്തിക്രിസ്തുവിനെ ഭരണത്തിലേറ്റുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതാണ് പറയുന്നത്. എന്നാൽ 5 പ്രത്യേക വാക്കുകൾ അവിടെ നിന്ന് ശ്രദ്ധേയമാണ്. ഇംഗ്ലീഷ് ബൈബിള് വായിക്കുമ്പോൾ ഈ 5 വാക്കും തുടങ്ങുന്നത് W-ലാണ്. ഒന്ന് നോക്കാം. ആ 13:3 മുറിവേറ്റു, അവൻ്റെ ശിരസിൽ 1 മരണകരമായ മുറിവേറ്റു. There was a wound, W. 2 അവിടെ വായിക്കുന്നു, ഈ മുറിവ് പൊറുത്തുപോയി, മരണകരമായ മുറിവ് പൊറുത്തു, സർവഭൂമി അവനെ കണ്ടു വിസ്മയിച്ചു. പീപ്പിൾ വെർ വണ്ടേർഡ്, W. ആളുകൾ അത്ഭുതപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവർ അവനെ നമസ്കരിച്ചു, മൃഗത്തെ നമസ്കരിച്ചു. 4 വാക്യത്തിലൂടെ വർഷിപ്പ്. 5 വാക്യത്തിൽ വരുമ്പോൾ വമ്പും ദൂഷണം സംസാരിക്കുന്ന വായ് അവന് ലഭിച്ചു, ഹിസ് വേർഡ്സ്. ബൈബിളിൽ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. 7 വാക്യത്തിൽ വരുമ്പോൾ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുന്നു, വാർ, യുദ്ധം. അപ്പോൾ ഈ അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ 13 ആദ്യത്തെ 10 വാക്യത്തിൽ 5 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഊണ്ട്, തലയിലൊന്ന് മരണകരമായി മുറിവേറ്റു, ലോകം കണ്ട് അതിശയിച്ചു, വിസ്മയിച്ചു, വണ്ടർ ചെയ്തു. ആ വണ്ടർ വർഷിപ്പായി അവനെ നമസ്കരിപ്പാൻ ഇടയാക്കി മാറ്റി. കൊമ്പ് സംസാരിച്ച ശബ്ദം, വമ്പും ദൂഷണവും പറയുന്ന നാമം, ഹിസ് വേർഡ്സ്, ഈസ് ആൻ ഒറേറ്റർ. അവൻ യുദ്ധം ചെയ്യുന്നു. ഇസ്രയേൽ യുദ്ധമല്ലാതെ മറ്റൊന്നും കാണില്ല. അവൻ്റെ സെക്കൻഡ് പാർട്ടിൽ അവനൊരു ഡിക്റ്റേറ്ററായി മാറിയ ശേഷം ഈ ഭാഗങ്ങൾ വളരെ വിശദമായി നമുക്ക് പഠിക്കാം. പക്ഷേ ഞാൻ 1-2 ഭാഗങ്ങളിലൂടെ വാക്യങ്ങളെടുത്ത് അതൊന്ന് കാണിച്ച് ഞാൻ അങ്ങ് പെട്ടെന്ന് പോയേക്കാം. 1, അതിൻ്റെ തലയിലൊന്ന്, 3-ാം വാക്യം, മരണകരമായി മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. 12-ാം വാക്യം, അത് 1-ാമത്തെ മൃഗത്തിന് മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയും അതിൽ വസിക്കുന്നവരെയും മരണകരമായി മുറിവ് പൊറുത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. മരണകരമായി മുറിവ് പൊറുത്തുപോയ 1-ാം മൃഗം. 14-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നു, വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗം. തലയിൽ ഇപ്പം മുറിവേറ്റെന്നല്ല, വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗം. 17-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, നീ കണ്ട മൃഗം ഉണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്ത അഗാധത്തുനിന്ന് കയറി വരുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇവന് ഒരു മരണകരമായ മുറിവേൽക്കും. തിരുവചനത്തിൽ വായിച്ചു, വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗം.
സാത്താന് ജീവൻ കൊടുക്കാൻ അധികാരമുണ്ടോ? ഇല്ല. ഒരു തർക്ക വിഷയമാണ്. പൈശാചികന് ജീവൻ കൊടുക്കുവാൻ അധികാരമില്ല എങ്കിൽ ഇവിടെ സംഭവിക്കുന്നതൊരു ഫേക്ക് റിസറക്ഷൻ, മനുഷ്യനെ കബളിപ്പിക്കാനുള്ള ഒരു റിസറക്ഷൻ. സഖറിയ പ്രവചനം 11:17 നമ്മൾ വായിക്കുന്നുണ്ട്. ഇവന്റെ മുറിവ് ഒരു പക്ഷെങ്കിൽ അവനെ അസാസിനേറ്റ് ചെയ്യാൻ, സിൻസ് ഈസ് എ പൊളിറ്റിക്കൽ ലീഡർ, വേൾഡ് ഡിക്റ്റേറ്റർ, അവനെ കൊല്ലാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നു. 11:17 വാക്യം നോക്കിയാട്ടെ. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ തുമ്പുകെട്ട ഇടയൻ അയ്യോ കഷ്ടം, അവൻ്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച, അവൻ്റെ ഭുജം അശേഷം വരണ്ടും വലങ്കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ. ഇതായിരിക്കാം ഡിജാൽ എന്ന് പറയുന്ന അറബികളുടെ ഇതിനകത്ത് ഒരു കണ്ണില്ലാത്തവൻ എന്നൊക്കെ അവർ പറഞ്ഞേക്കുന്നത്. സംതിങ് ഹാപ്പൻസ്. ഇവനെ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് നടക്കും. അവൻ്റെ വലത്തെ കൈയും ഒരു കണ്ണുമൊക്കെ പോകും. മരിച്ചെന്ന് ആളുകൾ കരുതും. ഞാനിത് വായിച്ചപ്പോൾ ഇങ്ങനെയാണ് ഓർത്തത്. ഒരു വലിയ പൊളിറ്റീഷ്യൻ, ലോകത്തിലെ വലിയൊരു പൊളിറ്റീഷ്യൻ, അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്തു, മരിച്ചുപോയി. ആ മനുഷ്യൻ ജീവിച്ചു വന്നാലോ? മരിച്ചു കിടന്നൊക്കെ നാളെ എഴുന്നേറ്റ് വന്നാലോ? ആളുകൾ അത്ഭുതപ്പെടത്തില്ലേ? യെസ്, അത് തന്നെ ഇവിടെ വായിക്കുന്നത്. വണ്ടേഡ്. ജനങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ഇവിടെ വായിക്കുന്നു വെളിപ്പാട് 13:3 അവര് മുറിവേറ്റ അവന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി, സർവ്വഭൂമി മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ഓൾ വേൾഡ് വെർ അമേസ്ഡ്. എല്ലാ ഭൂമിയും അത് കാണുകയാണ്. ടി വികളിലൂടെ, ഇന്റർനെറ്റിലൂടെ ആളുകൾ അത് ദർശിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആളുകൾ അത്ഭുതപ്പെടും. അയ്യോ, മരിച്ചു കിടന്ന വ്യക്തി ഇതാ ജീവിക്കുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധി, അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്തു ടെററിസ്റ്റ് അറ്റാക്കിലൂടെ. വളരെ സങ്കടം തോന്നി. നല്ലൊരു മനുഷ്യൻ. എന്നാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചു വന്നാലത്തെ സ്ഥിതി എന്തുവാ? ആളുകൾ അത്ഭുതപ്പെടും. പീപ്പിൾ വിൽ ബി വണ്ടേഡ്. ആ വണ്ടർ എന്തിലേക്ക് പോകും? വർഷിപ്പിലേക്ക് പോകും. എന്നാൽ ഇവിടെ ഞാൻ മറ്റൊരു കാര്യം ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യും. ഇവിടെ കള്ളപ്രവാചകൻ ഒരു കാര്യം ചെയ്യും. ദൈവം എന്താ എന്ന് 2 തെസ്സലോനിയർ 2:11 നോക്കാം. ദൈവം എന്ത് ചെയ്യും? ഇവിടെയാണ് ഭയപ്പെടുക. ഇവിടെയാണ് ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ആളുകൾ അബദ്ധങ്ങളിൽ ചെന്നുപെട്ട് അവനോട് അലയൻസ് കാണിക്കാതിരിപ്പാൻ. 2 തെസ്സലോനിയർ 2:11, 2 തെസ്സലോനിയർ 2, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം പോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. ഈ കാപഠ്യം ഇവിടെ പൈശാചികൻ നടത്തുമ്പോൾ തിരുവചനത്തിൽ വായിക്കുന്നു, ഈ പോഷ്ക് വിശ്വസിക്കാൻ ദൈവം വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നീ രക്ഷിക്കപ്പെടുവാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും ദൈവം. എന്തിനാ? പോഷ്ക് വിശ്വസിക്കാൻ. ഇങ്ങനെ മനുഷ്യൻ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ ഈ മതനേതാവായ കള്ളപ്രവാചകൻ എന്ത് ചെയ്യും? 14 വാക്യം നോക്കുക. 14 വാക്യം. വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ച് മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യും. മതനേതാവാ, കള്ളപ്രവാചകനാ പറയുന്നത്. ഞാൻ ആ വാക്ക് വായിച്ചപ്പോൾ ഇങ്ങനെ ഓർത്തു. വത്തിക്കൻ കത്തോലിക്കരുടെ തലസ്ഥാനമാണല്ലോ. അവിടെ നിന്നൊരാളെ വിശുദ്ധനായി പ്രഖ്യാപിച്ചാൽ ലോകത്തിലാകമാനം അവൻ്റെ പടങ്ങളും ബിംബങ്ങളും വെക്കും. എൻ്റെ അടുക്കലാണ് എടപ്പള്ളി പള്ളി. ഞാൻ അതിൻ്റെ അടുക്കലാണ് താമസിക്കുന്നത്. എന്താളുകൾ അവിടെ വരുന്നത്. ഞാൻ അവിടെയുള്ള കടകളിലും അതിലെയൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും, അവിടെ മിക്ക കടകളിലും ഗീവറീസിൻ്റെ ഒന്നിയിൽ ബിംബം അല്ലെങ്കിൽ ഒരു പടം വെച്ചിട്ടുണ്ട്. വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാക്കാൻ അവനെ നമസ്കരിക്കാൻ ആവശ്യപ്പെടും പൈശാചികൻ. ഈ മൃഗം വമ്പ് ദൂഷണവും പറയുന്ന വായ് അവന് ലഭിച്ചു. His words. ഇത് ഞാൻ വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് പോയി. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഇവൻ്റെ വായെക്കുറിച്ച്, സംസാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ചെറിയ കൊമ്പ്,
അവൻ്റെ സ്മോൾ ബിഗിനിങ്. അതിൻ്റെ 8-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ മുളച്ചു. മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോട് പറഞ്ഞുപോയി, ഈ കൊമ്പിൽ മനുഷ്യർ കണ്ണുപോലെ കണ്ണും അടുത്ത ഭാഗം വമ്പ് പറയുന്ന വായുവുണ്ടായിരുന്നു. വമ്പ് പറയുന്ന വായു. 11-ാം വാക്യം നോക്കാം. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. ദാനിയേൽ പറയുകയാണ്, കൊമ്പ് സംസാരിച്ച വലിയ ശബ്ദം, കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം. ചെറിയ കൊമ്പ് വമ്പ് പറയുന്ന വായ. 13:5 നമ്മൾ വായിച്ചതാണ്. 13:5 വമ്പ് ദൂഷണം സംസാരിക്കുന്ന വായ എന്ന് പറഞ്ഞാൽ പ്രോബബ്ലി ഹി വിൽ ബി ആൻ ഒറേറ്റർ. ജനങ്ങളെ ക്യാരി ചെയ്യാൻ കഴിയും. ഹിറ്റ്ലർ 2-ാം ലോകയുദ്ധകാലത്ത് ഒരു ഫാക്ടറി വർക്കറാണ്. ജനങ്ങൾ സാമ്പത്തിക തകർച്ചയിൽ ആയപ്പോൾ ആളുകൾ ഒരു രക്ഷകന് വേണ്ടി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, ഇന്ന് നമുക്ക് TV-യിൽ ചിലപ്പോഴൊക്കെ ആ ഹിറ്റ്ലറിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാം. നോക്കുക, 1000-1000 മെസ്മറൈസ് ചെയ്യപ്പെട്ടതുപോലെ they were rallying behind this man who is known as Hitler. ഈ ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യന്റെ പുറകിൽ 1000-1000 അണിനിരക്കുകയാണ്. കാരണം എന്നാ? ഈ ഹിറ്റ്ലറിന്റെ വാക്കുകളാണ് ആളുകളെ ഇളക്കി മറിച്ചു. ദൈവജനം എത്ര സത്യം! സദൃശവാക്യം 18:21 ജീവനും മരണവും നാവിന്റെ അധികാരത്തിലുണ്ട്. ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ടങ്. ഒരു വ്യക്തി എന്നോട് തന്നെ പറഞ്ഞതാ. ഞാൻ ആളിൻ്റെ പേര് പറയുന്നില്ല. ഇന്ന് അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ഒരു നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ്. ഭയങ്കരമായി പ്രസംഗിക്കും, ഭയങ്കര ഒരു ഒറേറ്ററാവുള്ളി. ഞാൻ കേട്ടിട്ടില്ല, TV-യിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇടയ്ക്ക് വളരെ ചുരുക്കമേ വരാറുള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞ സഹോദരനാ. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരിടത്ത് നടക്കുന്നു, കേൾക്കാനായിട്ട് പോയി നിന്നു. താൻ ഈ പ്രസംഗം കേട്ട് കുറേ കഴിഞ്ഞപ്പം തനിക്ക് ഒരു റിയലൈസേഷൻ പോലെ താൻ വിചാരിച്ചു, ഞാനും ഇതിനകത്ത് കൂടും. താൻ അവിടെ നിന്ന് മാറിക്കളഞ്ഞു. ദൈവ പൈതലാണെങ്കിൽ പോലും he was trying to be carried away along with that message. ആ പ്രസംഗങ്ങളിൽ താനും എടുത്ത് കൊണ്ടുപോകുന്ന പോലെ തനിക്ക് തോന്നി. വമ്പ് പറയുന്ന, ദൂഷണം പറയുന്ന നാക്ക്. പല ആവർത്തി നമ്മൾ വായിച്ചു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകൾ. One thing is sure, he will be a great orator. ലോകത്തിലെ വലിയ പൊളിറ്റീഷ്യൻസിനെയൊക്കെ നോക്കി. അമേരിക്കയിൽ ആദ്യമായി ഒരു കറുത്ത വർഗ്ഗക്കാരനായ ബാരക് ഒബാമ പ്രസിഡന്റായി. അദ്ദേഹത്തിൻ്റെ സംസാരമാണ്. വലിയ സ്വാധീനത അവൻ്റെ ഇതിലൂടെ നടത്തും. മാത്രമല്ല, അവൻ യുദ്ധം ചെയ്യും. ആരോട് യുദ്ധം ചെയ്യും? അതിൻ്റെ 7 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യും. അവന് സകല ഗോത്രത്തിന്മേൽ അധികാരം കിട്ടും. ഞാൻ ഓർപ്പിച്ചു വന്നത്, ഈ ഭാഗത്ത് വായിച്ചാൽ 5 കാര്യങ്ങൾ അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. 1, അവൻ്റെ തലയിലൊന്ന് മരണകരമായ മുറിവ്. ആ മുറിവ് പുറത്തുപോയി, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആളുകളെ ഡിസീവ് ചെയ്യുന്ന ഒരു വൂണ്ട്, അല്ലെങ്കിൽ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടക്കും. മരിച്ചുവെന്ന് കരുതും, ജീവിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തെ ഒരുപക്ഷെ അത് ഇമിറ്റേറ്റ് ചെയ്യുകയായിരിക്കാം. 2, വണ്ടർ ചെയ്യുക. ആളുകൾ ഇത് കണ്ട് അത്ഭുതപ്പെടുന്നു. ആ അത്ഭുതം ആരാധനയിലേക്ക് മാറ്റപ്പെടുന്നു. അവൻ്റെ ബിംബമുണ്ടാക്കി നമസ്കരിക്കാൻ മതനേതാവ് ആവശ്യപ്പെടുന്നു. പിന്നീട് നമ്മൾ കണ്ടു അവൻ്റെ വാക്കുകൾ. ഈസ് വിൽ ബി ആൻ ഒറേറ്റർ. അവൻ യുദ്ധം നടത്തും. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യും. ഇസ്രയേലിനോട് യുദ്ധം ചെയ്യും. ഇസ്രയേൽ 3.5 വർഷം യുദ്ധമല്ലാതെ മറ്റൊന്നും കാണത്തില്ല. അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇവൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക പദം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം എടുക്കാം. ദാനിയേലിൻ്റെ പുസ്തകം, അവിടെ ഒരു പ്രത്യേക പദം ഞാൻ നോട്ട് ചെയ്തു. ഞാൻ ആ ഭാഗം ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 23-24 വാക്യം നോക്കിയാട്ടെ. Daniel chapter 8 verse 23 and 24. എന്നാൽ അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അകൃത്യം തികയുമ്പോൾ ഉഗ്രഭാവം ഉപായബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എഴുന്നേൽക്കും. അടുത്ത ഭാഗം, അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാലല്ല. അവൻ്റെ അധികാരം, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഏത് ഗോളത്തിലും അധികാരം ദുർവിനിയോഗം ചെയ്യാം. ആത്മീയ ഗോളത്തിൽ അധികാരമുണ്ട്,
രാഷ്ട്രീയ കോളത്തിൽ അധികാരമുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ സഭകളൊക്കെ മിക്കവാറും ലോക്കൽ അസംബ്ലി, കൊച്ചു അസംബ്ലികളാണ്. ഈ ചെറിയ അസംബ്ലികളിൽ കൂടി വന്നാൽ എത്ര പേരുണ്ട്? അതിനകത്ത് അധികാരമുള്ള മൂപ്പന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബിഷപ്സ് ഉണ്ട്. അവർക്ക് അധികാരമുണ്ട്, ആത്മീയ അധികാരം. ആ ഒരു ചെറിയ കോൺഗ്രിഗേഷന് മേൽ അവർക്ക് അധികാരമുണ്ട്. ഈ അധികാരം ഇവർ ദുർവിനിയോഗം ചെയ്ത് എന്തെല്ലാം പ്രശ്നമാണ് ഉണ്ടാകുന്നത്? അധികാരം ദുർവിനിയോഗം ചെയ്യാം. ഞാനിത് ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഓർത്തു, ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ സൈന്യം വലിയൊരു ശക്തിയുള്ള സൈന്യമാണ്. നമ്മുടെ അടുക്ക കിടക്കുന്ന പാകിസ്ഥാനിലെ ആർമി കോപ്പുണ്ട്, പട്ടാള വിപ്ലവം. ബർമയിൽ അല്ലെങ്കിൽ മ്യാൻമാർ, അവിടെ ഇപ്പോൾ പട്ടാള വിപ്ലവം നടന്ന അവരാണ് അധികാരം. ഇങ്ങനെ നമ്മുടെ ചുറ്റും കിടക്കുന്ന അനേക രാജ്യങ്ങളിൽ, ആഫ്രിക്കയിൽ നോക്കിയാൽ ലിബിയ, അതുപോലുള്ള അനേക സ്ഥലങ്ങളിൽ ആർമി കോപ്പ് നടക്കുന്നു, പട്ടാള വിപ്ലവം. അവരധികാരം പിടിച്ചെടുക്കുന്നു, ആർമി ഭരിക്കുന്നു. എന്ത് നാശമാ പിന്നുണ്ടാകുന്നത്? ഇന്ത്യയിൽ എന്താ നടക്കാത്തത്? ഇന്ത്യയുടെ ഭരണകൂടം എഴുതി വെച്ചപ്പോൾ, ഇന്ത്യയുടെ അടിത്തറകൾ പാകിയപ്പോൾ, നമ്മുടെ ആ പിതാക്കന്മാരുണ്ടല്ലോ, ഇന്ത്യയുടെ രാഷ്ട്രീയത്വം വിഭാവനം ചെയ്ത് ഭരണങ്ങൾ ക്രമീകരിച്ചവർ വളരെ ബുദ്ധിയുള്ളവരാണ്. ഇന്ത്യൻ ആർമിയുടെ അധികാരം, ഇന്ത്യൻ സൈന്യത്തിൻ്റെ അധികാരം ഒരാളുടെ കയ്യിലല്ല, 3 പേരുടെ കയ്യിലാണ്. ആർമിക്കൊരു ചീഫുണ്ട്, നേവിക്കൊരു ചീഫുണ്ട്, എയർഫോഴ്സിനൊരു ചീഫുണ്ട്. ഇവർ 3 പേരും കൂടെ ചേർന്നെങ്കിലേ കോപ്പ് നടക്കത്തുള്ളൂ. അത് സാധിക്കില്ല. ഒരാളുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ അത് ദുർവിനിയോഗം ചെയ്യാം. നോക്കുക, ആന്റി ക്രൈസ്റ്റ് ലോകത്തിൻ്റെ അധിപനായി മാറുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു അവൻ്റെ വലിയ അധികാരം. എന്നാൽ എടുത്ത് രേഖപ്പെടുത്തി അത് സ്വന്തം ശക്തി കൊണ്ടല്ല. പിന്നെ ആരുടെ ശക്തിയാ? സ്വന്തം ശക്തി കൊണ്ടല്ല. നമുക്ക് 13-ാം അധ്യായം തന്നെ നോക്കാം. വെളിപാട് പുസ്തകം 13-ാം അധ്യായം. ആ 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നോക്കാം. അന്റിക്രൈസ്റ്റിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം, അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെ, വായ് സിംഹത്തിൻ്റെ വായ് പോലെയായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തി, സിംഹാസനം, വലിയ അധികാരം കൊടുത്തു. ആരാ കൊടുത്തത്? മഹാസർപ്പം. ആരാണ് ഈ മഹാസർപ്പം? 12-ാം അധ്യായത്തിൻ്റെ 7 തൊട്ട് 12 വരെ ഈ മഹാസർപ്പത്തെ കുറിച്ച് പറയുന്നു. അവിടെ നിന്ന് ഞാനൊരു വാക്ക് അടർത്തിയെടുക്കുകയാണ്. 9-ാം വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പം ആയ പഴയ പാപം. അപ്പോൾ ഈ മഹാസർപ്പം എന്ന് പറയുന്നത് ആരാ? സാത്താനാ. നമ്മളിപ്പം ചിന്തിച്ചുകൊണ്ടിരുന്നതെല്ലാം അതല്ലേ? സാത്താൻ്റെ ക്രൈസ്റ്റിന് പകരം കൊണ്ട് നിർത്തുന്ന ഒരു കൗണ്ടർ ഫെയ്റ്റാണ് അവൻ. അവൻ ആരാ അധികാരം കൊടുത്തേ? ഇവിടെ രേഖപ്പെടുത്തി വെച്ചു. അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ല എന്ന് ദാനിയേൽ 8:24 വായിച്ചു. ഇവിടെ പുതിയ നിയമത്തിൽ നമുക്ക് വെളിപ്പാട് കിട്ടുന്നു. മഹാസർപ്പം സാത്താൻ തൻ്റെ ശക്തി, തൻ്റെ സിംഹാസനം, തൻ്റെ വലിയ അധികാരം കൊടുക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ ലോകത്തിൽ നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ ഇതൊക്കെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുക, ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. കർത്താവ് അതിനെ എതിർത്തില്ല. പൗലോസ് രേഖപ്പെടുത്തി, ഈ ലോകത്തിൻ്റെ ദൈവം, ഈ ലോകത്തിൻ്റെ അധിപനാണ് അവൻ. അവൻ്റെ അധികാരം അപ്പം എത്ര വലുതാണ്, അവൻ്റെ ശക്തി എത്ര വലുത്. അവന് ശക്തിയുണ്ട്, സർവശക്തനല്ലെന്നേ ഉള്ളൂ, വലിയ ശക്തിയുണ്ട്. നമ്മൾ അല്പം കൂടെ കഴിയുമ്പോൾ കാണും, ഈ കള്ളപ്രവാചകൻ ആകാശത്ത് നിന്ന് തീ വരെ ഇറക്കും. ഇത് ഈ സാത്താൻ്റെ ശക്തി കൊണ്ടാണ്. ഇയ്യോബിൻ്റെ പുസ്തകം എടുത്ത് നോക്കിയാൽ ഇയ്യോബിൻ്റെ ആടുകളെയും ദാസന്മാരെയും തീ ഇറക്കി ദഹിപ്പിച്ചു കളയും. സാത്താനാ ചെയ്തേ. സാത്താന് വലിയ ശക്തിയുണ്ട്. നമുക്കറിയാം, ഈജിപ്തിൽ മോശ ദൈവശക്തിയാൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തപ്പോൾ ഇവൻ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. മഹാസർപ്പം തൻ്റെ അധികാരം കൊടുക്കുന്നു, സാത്താൻ തൻ്റെ അധികാരം കൊടുക്കുന്നു. നമ്മുടെ കർത്താവിനെ വീണ് നമസ്കരിച്ചാൽ തരാമെന്ന് പറഞ്ഞു. അവൻ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് സാത്താനോട് എതിർത്ത് നിന്നു. അവൻ മരിച്ചുയർത്തേണ്ട ഫലമായി നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകി. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ടതിൻ്റെതാണെന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ നമ്മൾ കണ്ടു വലിയ അധികാരം. അല്പം മുമ്പ് നമ്മൾ പഠിച്ചു വലിയ വാക്കുകൾ.
ദാനിയേൽ 7:11 വലിയ വാക്കുകളും വലിയ അധികാരവും. അവൻ്റെ അധികാരം വലിയ അധികാരമായിരിക്കും. ഇത് വായിച്ചപ്പോൾ പല നാളുകൾക്ക് മുമ്പ് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ ഓർമ്മയിലേക്ക് വരികയും എനിക്ക് വായിച്ചപ്പോൾ അത് മനസ്സിലാകുകയും ചെയ്തു. യൂറോപ്പ്, പുരാതന റോമൻ സാമ്രാജ്യം, ശിഥിലീകരിക്കപ്പെട്ട റോമൻ സാമ്രാജ്യം, അതിൻ്റെ സ്ഥാപകന്മാരിൽ ഒരാളാണ്, ഏർലി പ്ലാനേഴ്സിൽ ഒരാളാണ് ഡോക്ടർ ഹെൻറി സ്പാങ്ക്. അദ്ദേഹം നാറ്റോയുടെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി കൂടെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഞാൻ കുറിച്ചെടുത്തു. യൂറോപ്പിൻ്റെ സ്പിരിറ്റ് നമുക്ക് മനസ്സിലാകുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: We do not want another committee. What we want is a man of sufficient stature to hold the alliance of all people and to lift us out of the economic morasses into which we are sinking. Send us such a man, and he be God or devil, we will receive him. എൻ്റെ സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്നവരെ, അധർമ്മത്തിൻ്റെ മർമ്മത്തിൻ്റെ വ്യാപാരം ഗ്രഹിക്കുവാൻ ദൈവം നമ്മളെ അനുവദിക്കുകയാണ്. എന്താണത്? യൂറോപ്പ്, പുരാതന റോമൻ സാമ്രാജ്യം ശിഥിലീകരിച്ചുണ്ടായ രാജ്യങ്ങളാണ്. അതിൽ പലതും അവിടെ നിന്ന് കേട്ട ശബ്ദം ആരാണ്? ഈ യൂറോപ്പിനെ ഒന്നിപ്പിക്കുവാൻ ആരംഭകാലത്ത് പ്രവർത്തിച്ച ഡോക്ടർ ഹെൻറി സ്പാങ്. ഹി വാസ് ദ ജനറൽ സെക്രട്ടറി ഓഫ് നാറ്റോ ഓൾസോ. അദ്ദേഹം പറഞ്ഞതന്നെ, ഞങ്ങൾക്ക് ഇനി കമ്മിറ്റി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഓൾറെഡി ഒത്തിരി കമ്മിറ്റിയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയത് വളരെ പ്രാപ്തനായ ഒരു മനുഷ്യനെ. ഞങ്ങൾ താഴുന്ന എക്കണോമിക് മൊറാസസ്, ഞങ്ങൾ താഴുന്ന സാമ്പത്തിക ഈ ചെളിക്കുണ്ടിൽ നിന്ന് ഞങ്ങളെ ഉയർത്തി ഞങ്ങളെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു നേതാവിനെ ഞങ്ങൾക്ക് വേണം. Send us such a man, whether he be God or devil. അവൻ ദൈവമായിക്കോട്ടെ സാത്താനായിക്കോട്ടെ, അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് ലഭിച്ചാൽ we will accept him. Oh brothers and sisters, നമ്മൾ എന്താ വായിച്ചു കൊണ്ടിരുന്നത്? എന്താ ചിന്തിച്ചു കൊണ്ടിരുന്നത്? അവൻ്റെ അധികാരം വലുതായിരിക്കും. ഹി വിൽ ബി എ ഗ്രേറ്റ് ഒറേറ്റർ. അവൻ വലിയ വാക്ചാതുര്യമുള്ളവനും വലിയ അധികാരമുള്ളവനും. ഞാൻ ചോദിച്ചോട്ടെ, യൂറോപ്പിൽ നിന്ന് അവനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ദേ ആർ ലുക്കിംഗ് ഫോർ സച്ച് എ ലീഡർ. അവനെ അവതരിപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, യൂറോപ്യൻ യൂണിയൻ്റെ നേതാക്കന്മാരൊക്കെ ഈ ബൈബിളിൻ്റെ പ്രവചനങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന പോലെ പഠിച്ചിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വാക്കുകൾ അവർ പറയുമോ? പറയില്ല. അതാണ് സാത്താൻ്റെ തന്ത്രം. മേക്ക് ദ പീപ്പിൾ ഇഗ്നറന്റ് ഓർ മേക്ക് ദ പീപ്പിൾ കൺഫ്യൂസ്ഡ്. അവരൊന്നുകിൽ ഇതിനെക്കുറിച്ച് അജ്ഞരാകണം, അല്ലെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് എല്ലാം വൈകൃതമായ ചിന്തകൾ വെച്ച് പുലർത്തുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ അവതരിപ്പിക്കുവാൻ കാര്യങ്ങൾ ഒരുക്കപ്പെടും. ഞാൻ ഓർക്കണം, ഈ റോമൻ സാമ്രാജ്യം, സമയമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ആ റോമൻ സാമ്രാജ്യം 1957 ആറ് രാജ്യങ്ങളോടുകൂടെ ആരംഭിച്ച് ടുഡേ ഇറ്റ് ഈസ് മോർ ദാൻ 25 നേഷൻസ്. മാത്രമല്ല ഈ പോപ്പുലേഷൻ ഇന്ന് ഏതാണ്ട് 453 മില്യനായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, യൂറോപ്പിലെ അവിടുത്തെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൻഡ് മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ആളുകൾ 453 മില്യൺ പോപ്പുലേഷൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ മൂന്നാമത് ഇപ്പം നിൽക്കുന്നു ആര്? യൂറോപ്യൻ യൂണിയൻ നിൽക്കുന്നു. അതിൻ്റെ ഒരു ഭൂപടമെടുത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇന്നതൊരു കോൺഫെഡറസിയാണ്, പക്ഷേ അതൊരു രാജ്യം പോലായി മാറും. പക്ഷേ അവിടെ 10 രാജ്യങ്ങളെ കാണുകയുള്ളൂ. യു ക്യാൻ സീ ദ സ്പിരിറ്റ് ഓഫ് ആൻറ്റി ക്രൈസ്റ്റ് വർക്കിംഗ്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് എഴുതിയ പോലെ അധർമ്മത്തിൻ്റെ മർമ്മത്തിൻ്റെ വ്യാപാരം നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു ദൈവവൈതലിനെ മാത്രം തിരിച്ചറിയാം. അവനെ ലോകത്തിൽ സാത്താൻ അവതരിപ്പിച്ച് ആളുകളെ നിത്യനരകത്തിൽ കൊണ്ടുപോകുവാൻ, ക്രിസ്തുവിന് പകരവും ക്രിസ്തുവിൻ്റെ സ്ഥാനത്തും ഈ വ്യക്തിയെ അവതരിപ്പിക്കുവാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. അവൻ്റെ വലിയ നാമം